അനാർക്കലി മരയ്ക്കാർ, ശരത് തപ്പാനി, ശ്രീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന അമല എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയും അവളുടെ ഫ്രണ്ടും കൂടി രാത്രി പാർക്കിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ പെൺകുട്ടി ഹോസ്റ്റലിലേക്കും പോവുകയാണ്. എന്നാൽ പിറ്റേ ദിവസം അവൾ ആ പാർക്കിൽ മരണപ്പെട്ടു കിടക്കുകയാണ്. കേസ് അന്വേഷിക്കുന്നതിനായി അക്ബർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ജോർജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും എത്തുന്നു. അക്ബറിന് അതൊരു കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലാകും. എന്നാൽ ജോർജ് ആണെങ്കിലോ ചിലപ്പോൾ ആത്മഹത്യയായിരിക്കുമെന്നും പറയുന്നു. അക്ബർ തന്റെ കണ്ടെത്തലുകൾ ഉയർന്ന ഉദ്യോഗസ്ഥനോടും പറയുന്നു. കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ പറയുന്നതനുസരിച്ച് അവർ കേസ് അന്വേഷണവും ആരംഭിക്കുകയാണ്. മറ്റൊരു വശത്ത് കട്ടിലിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. കൊലയാളിയാണെങ്കിൽ അടുത്തുമുണ്ട്. മരിച്ചയാൾക്ക് ഒരു കോൾ വരും. ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് കൊലയാളിയാണ്. കാർ ബ്രേക്ക് ഡൗൺ ആയി ഒരു ഓട്ടമുണ്ട്, വരുമോ എന്നായിരുന്നു കോളിൽ. അതേസമയം അക്ബറിനും ജോർജിനും ഒരു കോൾ വരും. ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു. അങ്ങനെ ജോർജും അക്ബറും കൊല നടന്ന വീട്ടിലേക്ക് എത്തുകയാണ്. അതാ കൊലയാളിയായ സൈക്കോ ഉണ്ടായിരുന്ന വീടായിരുന്നു. ഡെഡ് ബോഡി പരിശോധിക്കുകയാണ് അവർ. അവിടെ എല്ലാം പരിശോധിക്കുന്ന അക്ബറിന് ചാക്കിൽ കെട്ടിയ നിലയിൽ എന്തോ ഒന്ന് കാണുകയാണ്. അതൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ജീവനുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുന്നു. ബോധം വീഴുന്ന പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ വല്ലാതെ പേടിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഊമയായ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളാണ് ഈ സിനിമയിലെ നായിക. ക്ലാസ് കഴിഞ്ഞു വരുന്ന ആ പെൺകുട്ടിയോട് അച്ഛനും അമ്മയും ഇന്ന് വരില്ല, ജോലിയുണ്ട്, കൂട്ടുകാരിയായ ഷെറിൻ വരുന്നുണ്ട് എന്ന് വാച്ച്മാൻ പറയുന്നു. അങ്ങനെ ഷെറിൻ ആ ഊമ പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയാണ്. എന്നാൽ അവൾ വന്ന കാറിന്റെ ഡ്രൈവർ ആണെങ്കിൽ നായികയെ കാണുന്നതും എന്തോ പോലെ നോക്കുകയാണ്. അത് ഷെറിൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് കൊലയാളിയെപ്പറ്റി സംശയം തോന്നിയ അക്ബറും ജോർജും ഒരു അനാഥാലയത്തിലെത്തി ബേസിൽ എന്ന പയ്യനെ പറ്റി സിസ്റ്ററിനോട് തിരക്കും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ബേസിലിന്റെ അമ്മ 9 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് മാനസികമായി പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ച് അതെല്ലാം തന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അവൾ പേടിക്കുവാനായും തുടങ്ങി. ഒരിക്കൽ ബേസിലിന്റെ അമ്മ അവളുടെ ഭർത്താവിനോട്, ഞാൻ പ്രസവത്തിൽ മരിച്ചുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഭർത്താവാണെങ്കിൽ തമാശയ്ക്ക് ഞാൻ വേറെ കല്യാണം കഴിക്കുമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ഭാര്യയ്ക്ക് ദേഷ്യം വരികയും പിന്നീട് ഭർത്താവ് ഏത് സ്ത്രീയോട് മിണ്ടിയാലും അവർക്കത് സംശയമുണ്ടാവുകയും ചെയ്യുന്നു. ഒരിക്കൽ അവൾ വീടിന് തീ വയ്ക്കുകയാണ്. ഭർത്താവ് അതിൽ മരണപ്പെടുന്നു. പരിക്കുകളോടെ ഹോസ്പിറ്റലിലെത്തുന്ന ഭാര്യയാണെങ്കിൽ പ്രസവത്തിൽ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ആ കുട്ടിയെ ബേസിൽ എന്ന് പേരിട്ട് അനാഥാലയത്തിൽ സിസ്റ്റർമാർ വളർത്തുന്നു. സ്കൂളിൽ പഠിക്കുകയായിരുന്ന ബേസിലിന് പുതുതായി വരുന്ന കുട്ടിയായ അമലയുമായി നല്ല കൂട്ടാവുകയാണ്. അമലയെ ബേസിലിന് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ മറ്റൊരു പയ്യന് അമലയെ ഇഷ്ടമാണെന്നുള്ള കാര്യം ബേസിൽ അറിയും. ബേസിലാണെങ്കിൽ ആളൊഴിഞ്ഞ ഒരു റബ്ബർ കാട്ടിൽ അമലയെയും ആ പയ്യനെയും കൊണ്ടുവന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് അവന്റെ തലയ്ക്കടിക്കുന്നു. എന്നാൽ ബേസിലിനെ തള്ളിക്കളഞ്ഞ് ആ പയ്യൻ അമലയും കൊണ്ട് ഓടിപ്പോകുന്നു. പോകുന്ന വഴിയിൽ അമലയാണെങ്കിൽ ഒരു പൊട്ടക്കിണറിലേക്ക് വീഴുകയാണ്. എന്നാൽ ബേസിലാണെങ്കിലോ ആ പയ്യനെ കൊല്ലുകയും ചെയ്യുന്നു. സിസ്റ്ററിനടുത്തെത്തി ബേസിലാണെങ്കിൽ കാര്യം തുറന്നു പറഞ്ഞ് കരയും. സിസ്റ്റർ ആണെങ്കിൽ പോലീസിനെ വിവരമറിയിക്കാനായി ഒരുങ്ങുമ്പോൾ അമലയുടെ അടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഒരു ലെറ്ററും എഴുതി വെച്ച് ബേസിൽ നാട് വിട്ടു പോവുകയാണ്. പിന്നീട് ആരും അവനെ കണ്ടിട്ടേയില്ലെന്നും സിസ്റ്റർ പറയുന്നു. അങ്ങനെ അക്ബർ ബേസിലിനെ പറ്റി അന്വേഷണവും ആരംഭിക്കുകയാണ്. മറ്റൊരു വശത്ത് രാത്രി ഷെറിൻ നായികയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഷെറിന്റെ കാമുകൻ വീട്ടിലേക്ക് വന്നോട്ടെ, അച്ഛനോടും അമ്മയോടും ഒന്നും പറയരുത് പ്ലീസ് എന്നും പറയുമ്പോൾ നായിക അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഷെറിൻ പുറത്തിറങ്ങി കാമുകനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കവേ ആ ടാക്സി ഡ്രൈവർ വണ്ടിയുടെ ഡീസൽ തീർന്നു, രാവിലെ മുതൽ ഞാനിവിടെ നിൽക്കുകയാണ്, സഹായിക്കണമെന്ന് പറഞ്ഞു വരുന്നു. ഷെറിൻ ആണെങ്കിൽ തന്റെ കാമുകനോട് ഡീസൽ വാങ്ങിക്കൊണ്ടു വരുവാനായും പറഞ്ഞ് അകത്തേക്കും കയറിപ്പോകുന്നു. എന്നാൽ ആ ഡ്രൈവർ ആണെങ്കിലോ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണുന്ന ഷെറിന് സംശയം തോന്നും. ഫോൺ വിളിക്കാനായി വീണ്ടും പുറത്തിറങ്ങുന്ന ഷെറിനെ ആ ഡ്രൈവർ കൊല്ലുകയാണ്. ഇതൊന്നും അറിയാതെ നായിക വീട്ടിനുള്ളിലായിരുന്നു. ഷെറിനെ കാണാതെ അവിടെ മുക്കി പരിശോധിക്കുകയായിരുന്നു നായിക. ഡ്രൈവർ ആണെങ്കിൽ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് അവൾ കാണുകയാണ്. അവൾ ഓടിപ്പോയി വീടിനുള്ളിൽ കയറി കതകടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡ്രൈവർ ആണെങ്കിലോ അവളെ നോക്കി, അമല, ഇത് ഞാനാ ബേസിൽ, നിന്നെ എല്ലായിടത്തും ഞാൻ നോക്കി, നീ പോയ അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അവൻ അവളെ അമലയായി തോന്നുകയാണ്. ആ ടാക്സി ഡ്രൈവറായി എത്തിയവനായിരുന്നു ബേസിൽ. അവനാണ് ആ സൈക്കോ കൊലപാതകി. അങ്ങനെ ബേസിൽ നായികയുടെ വീട്ടിനുള്ളിലേക്ക് കടക്കുവാനായി നോക്കുന്നു. അവൾ പേടിച്ച് ഓടുവാനായി നോക്കുമ്പോൾ ഷെറിന്റെ ഡെഡ് ബോഡി അവൾ കാണുന്നു. രക്ഷപ്പെടാനാകാതെ അവൾ പേടിച്ച് വീടിനുള്ളിലേക്കും കയറുകയാണ്. ബേസിൽ വാച്ച്മാനെയും കൊല്ലുകയാണ്. അതേസമയം ഷെറിന്റെ കാമുകൻ അവിടെ എത്തും. ബേസിലാണെങ്കിൽ അവനെയും കൊല്ലുന്നു.
ഇതെല്ലാം കാണുന്ന നായികയാണെങ്കിൽ ബേസിലിനെ തിരികെ ഉപദ്രവിക്കുവാനായും തീരുമാനിക്കുന്നു. കയ്യിൽ കിട്ടുന്നതൊക്കെ വെച്ച് അവനെ അടിക്കുന്നു. അതേസമയം അക്ബർ ആണെങ്കിൽ ബേസിലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവിടെ അന്വേഷിച്ച് കണ്ടെത്തി അവൻ ടാക്സി ഡ്രൈവറായി പോയത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ബേസിലാണ് ആദ്യം ഒരാൾ മരണപ്പെട്ടത് കാണിച്ചല്ലോ, അയാളെ കൊന്നിട്ട് അയാൾ ഒരു ടാക്സി ഡ്രൈവർ ആയതിനാൽ ഷെറിനെ കൊണ്ടുപോകാനുള്ള ടാക്സി ഡ്രൈവറായും വന്നത്. ബേസിൽ പോയ റൂട്ട് മനസ്സിലാക്കിയ അക്ബർ ആണെങ്കിൽ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്കും പോവുകയാണ്. അതേസമയം വീട്ടിൽ നിന്നും ഇറങ്ങിയോടുന്ന നായികയാണെങ്കിൽ തലയിടിച്ചു വീണ് ബോധവും പോകുന്നു. ബേസിലാണെങ്കിൽ അവളെ എടുത്തുകൊണ്ടുപോയി ഒരു കിണറിന്റെ പാലത്തിന് മുകളിലായിരിക്കും. എന്നാൽ ബോധം വരുന്ന നായികയാണെങ്കിൽ പേടിച്ച് കിണറിനുള്ളിലേക്കും വീഴുന്നു. അതേസമയം അവിടെ എത്തുന്ന അക്ബറും ജോർജും ബേസിലിനെ പിടികൂടുന്നു. ഒരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ബേസിൽ അക്ബറിന്റെ തോക്കെടുത്ത് വെടിവെക്കുന്നത് ജോർജിന് കൊള്ളുന്നു. അതിനുശേഷം ഓടുവാൻ ശ്രമിക്കുന്ന ബേസിലിനെ അക്ബർ വെടിവെക്കുകയാണ്. ബേസിൽ പുഴയിലേക്കും വീഴുന്നു. അങ്ങനെ അക്ബർ പോലീസിന് റിപ്പോർട്ട് നൽകുകയാണ്. ബേസിൽ ഒരു ബുദ്ധിമാനായ സൈക്കോയാണ്. അമല മരിച്ചത് ബേസിലിനെ വളരെ ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷം കാണുന്ന എല്ലാ പെൺകുട്ടികളെയും അമലയായി കാണുകയാണവൻ. അതിനുശേഷം അവൻ ഓരോ പെൺകുട്ടികളെയും കൊല്ലുവാനായും തുടങ്ങി. എല്ലാ പെൺകുട്ടികളെയും അവൻ അമലയായി കാണുന്നില്ല. എന്നാൽ ഒരു പെണ്ണിനെ മാത്രം അവൻ അമലയായി കാണുന്നതിന് എന്തോ കാരണമുണ്ട്. അവന് ജീവനോടെ പിടിക്കാനാണ് ഞാൻ ഷോൾഡറിൽ വെടിവെച്ചത്. അവൻ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് അക്ബർ പറയുന്നു. ബേസിലിന്റെ കേസ് ഹാൻഡിൽ ചെയ്തത് ACP ശിവയാണ്. ശിവയോട് ചോദിക്കുമ്പോൾ ബേസിൽ ചത്തിട്ടില്ല, അവന്റെ ചോരയുടെ മണം എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. അവൻ അവസാനം അടിഞ്ഞെടുത്തു നിന്ന് നമ്മൾ തുടങ്ങുമെന്ന് ACP ശിവ പറയുന്നു. അതോടെ സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. ബൈ.